നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ഥാനാർബുദത്തിനുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. സർജറിയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ ജെ ദിബിനാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ടെർഷ്യറി ക്യാൻസർ സെന്ററിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്ക് ഡോക്ടറോട് സംസാരിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സ്ഥാനാർബുദവും ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്ഥാനാർബുദം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ആരംഭിക്കാം. സ്ഥാനാർബുദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമാണ് സ്ഥാനാർബുദം, അല്ലെ ക്യാൻസർ ആണ് സ്ഥാനാർബുദം. മാറിൽ വരുന്ന ക്യാൻസറിനെയാണ് സ്ഥാനാർബുദം എന്ന് പറയുന്നത്. അത് വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണ്. കേരളത്തിലും അതിനൊരു വ്യത്യാസവുമില്ല. കേരളത്തിലും അത് വളരെ സുലഭമായി കാണുന്ന ഒരു ഇതാണ് സ്ഥാനാർബുദം. മാറിലെ പറഞ്ഞത് ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ കോമൺ ആയി നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗമാണ് എന്നത്. അപ്പോൾ എന്താണ് ഇത് പൊതുവായി ഇത്തരത്തിൽ വരാനുള്ള ഒരു കാരണം? അത് പൊതുവായി വരാനുള്ള കാരണം പ്രായാധിക്യമാണ് അതിന്റെ ഒരു പ്രധാന കാരണം. 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ 20% ആൾക്കാരിലും അത് കാണുന്നുണ്ട്. പിന്നെ കാണാൻ സ്ഥിരമായി വരുന്നത് കുറച്ചുകൂടെ വയസ്സായ സ്ത്രീകളിലാണ് ഇത് കാണാനുള്ള സാധ്യതകൾ കൂടുതൽ. അതും വയസ്സായ സ്ത്രീകളും മെനോപോസ് എന്ന് പറഞ്ഞാൽ പീരീഡ്സിന്റെ ടൈം എല്ലാം കഴിഞ്ഞിട്ട് ഒബീസ് എന്ന് പറഞ്ഞാൽ തടി കൂടിയ സ്ത്രീകളിലും, പിന്നെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആഹാരം, കൊഴുപ്പുള്ള ആഹാരം അങ്ങനെ കഴിക്കുന്ന ആൾക്കാരിലും ആണ് സ്ഥിരമായി കാണുന്നത്. പിന്നെ വരുന്നത് ഫാമിലി ഹിസ്റ്ററി. അതിപ്പോൾ വളരെ ചെറിയ വയസ്സുള്ള ആൾക്കാർക്കും ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗിയുണ്ട്, ആ രോഗിയുടെ അമ്മ അല്ലെങ്കിൽ സഹോദരിമാരിൽ ക്യാൻസറിന്റെ അസുഖം ഉണ്ടെങ്കിൽ അവർക്കും അത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ പുകവലി, പിന്നെ മദ്യപാനം, സ്ത്രീകളിലുള്ള മദ്യപാനം, പുകവലിയും ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യതകൾ കൂട്ടുന്ന ഒരു റിസ്ക് ഫാക്ടറാണ്. ഡോക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞു, പ്രായാധിക്യം മൂലം ആണ് അല്ലെങ്കിൽ പീരീഡ് സ്റ്റോപ്പ് ആയതിനു ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്നത്. അപ്പോൾ പ്രായം ഇതിനൊരു ഘടകമാണ് അല്ലെങ്കിൽ ഘടകമല്ല എന്നതാണോ ഡോക്ടർ പറയുന്നത്? ഇപ്പോൾ പ്രായം മാത്രമാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ ഇത് വരൂ, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ഇപ്പോൾ സ്ഥിരമായി നമ്മൾ കണ്ടത്, ഇപ്പൊ നമ്മുടെ ടെർഷ്യറി ക്യാൻസർ സെന്ററിൽ വരുന്ന രോഗികളിൽ ഒരു 10% ആളുകൾ 40 വയസ്സിന് താഴെ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള രോഗികളിൽ അതാണ് ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇന്ന വയസ്സ് അല്ലെങ്കിൽ ഓൾഡ് ഏജിലോ അല്ലെങ്കിൽ വയസ്സായവർക്ക് മാത്രം വരുന്ന അസുഖമായിട്ട് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ കാണാൻ പറ്റില്ല. ചെറിയ വയസ്സിലും വരുന്നുണ്ട്. എന്നാലും പക്ഷേ കോമൺ ആയിട്ട് സ്ഥിരമായി കാണുന്നത് പ്രായാധിക്യമുള്ളവർക്ക്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ചിലപ്പോൾ ചെറിയൊരു മുഴ പോലെ അങ്ങനെയൊക്കെ കാണുന്ന രീതികളുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിൽ കോമൺ ആയിട്ട് എന്നല്ല സ്ഥിരമായി കണ്ടുവരുന്നത് മുഴ തന്നെയാണ്. മുഴ, പക്ഷെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ മുഴ പെയിൻ എന്ന് പറഞ്ഞാൽ വേദന കൂടെ വരുന്ന മുഴയല്ല. സാധാരണഗതിയിൽ മാറിലെ ക്യാൻസറിലെ മുഴകൾ വേദന ഇല്ലാതെയാണ് വരുന്നത്. വേദന ഇല്ലാത്ത മുഴകളാണ് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ കൂടുതൽ. പിന്നെ കൂടുതലായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മാറിലെ മുനക്കളിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ മുലക്കണ്ണ് പെട്ടെന്ന് ബാക്കിലോട്ട് പോവുക. ഇതെല്ലാം ഒരു ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അതല്ലാതെ കുറച്ച് സ്റ്റേജ് കൂടിയതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഗ്രസ് ആയതിനു ശേഷം സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ മാറിലെ തൊലിപ്പുറത്തുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കഴലയുടെ വീക്കം, കക്ഷത്തിലെ കഴലകൾ എന്ന് പറയും. കഴല എന്ന് പറഞ്ഞാൽ ലീഫ്, അതിൽ വരുന്ന വീക്കങ്ങൾ, അല്ലെങ്കിൽ കയ്യിൽ വരുന്ന നീര്. പിന്നെ അതിലും സ്പ്രെഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, നെഞ്ച് എല്ലിലോട്ടെല്ലാം സ്പ്രെഡ് ആയിട്ടുള്ളതാണെങ്കിൽ പുറം വേദന, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, അല്ലെങ്കിൽ തുടരെയുള്ള ചുമ, ഇതെല്ലാം ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ പൊതുവായി കാണുന്നത് മുഴ, വേദന ഇല്ലാത്ത മുഴയാണ്, അതും കുറച്ച് വയസ്സായ സ്ത്രീകൾ. ശരി ഡോക്ടർ, നമുക്കിതെങ്ങനെ നമ്മൾക്ക് പ്രാഥമികമായിട്ട് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ പറഞ്ഞു കേട്ട അറിവാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നമുക്ക് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രാഥമികമായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് കുളിക്കുമ്പോഴൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നത്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? അതിൽ നല്ലൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമ്മളെല്ലാവരും എത്തിക്കുന്നതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. സ്വന്തമായി തൊട്ടു നോക്കുക. തൊട്ടു നോക്കുമ്പോൾ മുഴ കാണുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ.
പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ മുഴകളിലും ക്യാൻസർ ആവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ യങ് ഫീമെയിൽസിൽ വരുന്ന 80% ആൾക്കാർക്ക് മുഴ ക്യാൻസർ ആവണമെന്നില്ല. 20% ആൾക്കാർക്ക് ക്യാൻസർ ആവാനുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ അപ്പോൾ നമ്മൾ സ്വന്തമായി തൊട്ട് നോക്കുമ്പോൾ ഒരു മുഴ കണ്ടാൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതാണ്. അത് ക്യാൻസർ ആവാനുള്ള ലക്ഷണം ഉണ്ട്, അത് ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ സ്കാനും ബാക്കിയുള്ള ടെസ്റ്റുകളും ചെയ്തിട്ടാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സ്കാനിംഗ് പോലുള്ള തുടർ നടപടികൾ വേണമെന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പരിശോധനാ മാർഗങ്ങൾ? ഇപ്പൊ നമ്മൾ ഒരു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴയോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സംശയകരമായ മുഴകളോ അങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കാം. സാധാരണഗതിയിൽ ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് അൾട്രാസൗണ്ട്, ഒരു വലിയ ചിലവൊന്നുമില്ലാത്തൊരു അൾട്രാസൗണ്ട്. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എക്സ്റേ മാമോഗ്രാം, അതൊരു എക്സ്റേ ആണ്, അത് മാറിന്റെ എക്സ്റേ കംപ്രസ് ചെയ്യുന്നത് നെക്കിയിട്ടെടുക്കുന്ന ഒരു എക്സ്റേ ആണ്. അത് പൊതുവെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 40 വയസ്സിനുള്ള എല്ലാ സ്ത്രീകളും എല്ലാ വർഷം കൂടുമ്പോഴും ഈ മാമോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ ഗൈഡ് ലൈൻസും. ആ ഒരു ബോധം എല്ലാവർക്കും വരുത്താൻ പറ്റിയാൽ തന്നെ എൻ്റെ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഇത് ചെയ്യും. എന്ന് പറഞ്ഞാൽ മാമോഗ്രാം 40 വയസ്സിനുള്ളിൽ മുഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത്. അപ്പോൾ എക്സ്റേ മാമോഗ്രാം ആണ് അതിന്റെ ഒരു നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി. ശരി ഡോക്ടർ. ഡോക്ടർ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, കാരണം ചില ക്യാൻസർ ശരീരത്തേക്ക് പടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ശരീരഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പൊതുവെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ മുഴയാണെങ്കിൽ പോലും അത് സ്പ്രെഡ് ആവാൻ സാധ്യത കൂടുതലുള്ളതാണ്. തുടക്കത്തിൽ തന്നെ സ്പ്രെഡ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളവരുണ്ട്. എന്നാൽ പേടിക്കേണ്ടതല്ല, എന്നാലും സാധ്യതകളുള്ളതാണ്. അപ്പോൾ ഒരു ഇപ്പൊ നമുക്ക് കക്ഷത്തിലെ കഴലകളിലോട്ടും വന്നാൽ അത് സ്പ്രെഡ് ആയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ടും സ്പ്രെഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നമ്മുടെ പരിശോധനകൾ, ഡോക്ടറിന്റെ പരിശോധനകൾ അങ്ങനെ തോന്നുവാണെങ്കിൽ അതിന് വേണ്ടുന്ന തുടർ സ്കാനുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും രോഗിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊരു സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലൊരു ഉചിതമായ മാർഗം. ഡോക്ടർ, ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ക്യാൻസർ രോഗം എന്നത് എല്ലാവരെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ഒരു കേട്ടറിവ് എന്നത് പറയുന്നത് ഇത് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അസുഖത്തെ, ഈ ഒരു രോഗത്തെ പലപ്പോഴും ഭയത്തോടെയാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ? അതാണ് ഇതിലെ ഇപ്പോഴുള്ള എല്ലാ നൂതന ചികിത്സാ രീതികളിലും വെച്ചിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2 ഏകദേശം പൂർണ്ണമായി തന്നെ ചികിത്സിക്കാം. അങ്ങനെയെങ്കിൽ ക്യാൻസറിന്റെ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ലെങ്കിലും 1ാമത്തെ സ്റ്റേജിലെല്ലാം നമുക്ക് ഫുള്ളായി ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അത് അസുഖത്തിന്റെ പാറ്റേൺ ഉണ്ട്, അസുഖത്തിന്റെ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അസുഖം എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് അത് മെയിൻ ഘടകം. പക്ഷെ എന്നാലും സ്റ്റേജ് 1 ക്യാൻസറിൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ നൂതന വിദ്യകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റേജ് കൂടുന്തോറും അത് ചികിത്സിച്ച് മാറ്റാനുള്ള സാധ്യതകൾ കുറയും. എന്നാലും പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തൊരു അസുഖമല്ല ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പേയാട് നിന്ന് ചന്ദ്രൻ നായരാണ്. ചന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, ഈ പുരുഷന്മാരിൽ ഈ നമ്മുടെ ക്യാൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലക്ഷണം എന്താണെന്ന് ഒന്ന് പറയുക. അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഭൂരിഭാഗം പേരും RCC പോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ട് അവർ തയ്യാറാകുന്നില്ല. അതായത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴവും ചൊവ്വയും ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് തന്നെ അവിടെ ചെക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പലരോടും ഞാൻ പറഞ്ഞിട്ടും അവരാരും തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ആ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റിനോ തുടർ നടപടികൾക്കോ തയ്യാറാകുന്നില്ല. ഡോക്ടർ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ആ മാനസികാവസ്ഥ അവരെന്താന്ന് വെച്ചാൽ ഒന്ന് ഇതിലേക്കൊന്ന് തിരിയട്ടെ. ആദ്യം തന്നെ എന്ന് വെച്ചാൽ പുരുഷന്മാരിലെ അതൊന്ന് പറഞ്ഞു തരണേ. പുരുഷന്മാരിലും ക്യാൻസർ കാണുന്നുണ്ട്. സ്തനാർബുദ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിലും ഉണ്ട്. അത് സാധാരണഗതിയിൽ മുഴയായിട്ടോ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചേഞ്ച് ആയിട്ടോ, തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങളുമായിട്ടാണ് സാധാരണഗതിയിൽ വരുന്നത്. സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സ്ത്രീകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. രക്തം വരിക, മുഴയായിട്ട് കാണുക, കക്ഷത്തിലെ കഴലയായിട്ട് കാണുക, അതെല്ലാമാണ് അതിന്റെ ലക്ഷണങ്ങൾ. അതും നല്ലവണ്ണം ചികിത്സിക്കാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. നിങ്ങൾ അങ്ങനെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ 40 വയസ്സിനുള്ള എല്ലാ സ്ത്രീകൾക്കും
നിങ്ങൾ മാമോഗ്രാം അല്ലെങ്കിൽ എക്സ്റേ മാമോഗ്രാം എല്ലാ വർഷം കൂടുതലും ചെയ്യണമെന്നുള്ളത് നിർബന്ധമാക്കണം. അതൊരു പോളിസി ആയിട്ട് വന്നാൽ നല്ലതായിരിക്കും. അങ്ങനെ കാണുവാണെങ്കിൽ നമുക്കത് വളരെ ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് RCCയിൽ തന്നെ പോയി ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഗവൺമെന്റ് സർക്കാർ മെഡിക്കൽ കോളേജിലും മാമോഗ്രാം എന്നുള്ളൊരു സംവിധാനമുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പോയി യൂസ് ചെയ്യാൻ പറ്റും. ഒരു റെഫർ ലെറ്റർ മാത്രം മതി. അത് സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യണമെന്നില്ല, പല സ്ഥലങ്ങളിലും ചെയ്യാം. അങ്ങനെ ഭയങ്കര പൈസയുള്ള ഒരു ഇതല്ല. എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് നമ്മുടെ ഉൾപ്പെടെ ടെറിട്ടറി ക്യാൻസർ സെന്ററിൽ സ്ഥിരമായി ക്യാമ്പ് കണ്ടക്ട് ചെയ്യുകയും ഈ മാമോഗ്രാം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു മറ്റേ അവബോധം എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയാൽ നല്ലതാണ്. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സ്കാൻ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമാക്കണം. അത് ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പറയുന്ന പോലെ ഞാനും പറയാറുണ്ട്. പക്ഷെ ആൾക്കാർ വരുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ആലോചിക്കാറുള്ളൂ. പക്ഷെ അത് വരുന്നതിന് മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിക്കാൻ പറ്റും. ശരി, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഉണ്ണി കൂടി ചേരുന്നുണ്ട്. ഉണ്ണി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇനി എന്റെ മരുമോൾക്ക് ഹലോ അതേമാതിരി ഒരു പഴുപ്പും നീരൊക്കെ ആയിട്ട് ഇവിടെ മൈത്രോ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അപ്പൊ അവര് പറയുന്നത് ക്യാൻസർ അല്ല, പിന്നെ ഒരു അലർജിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണെന്നാണ് പറഞ്ഞത്. അതിപ്പോ ഇങ്ങനെ ഇതിപ്പോ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഉണ്ടാകണമെന്നാണെന്ന് പറയാൻ പറ്റുമോ? അത് പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ടാണെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. മാറിൽ വരുന്ന പഴുപ്പുകളും ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് അത് പാല് കൊടുക്കുന്ന സ്ത്രീകളിലാണ് അധികം കാണുന്നത്. പാല് കൊടുക്കുന്നതോ പാല് നിർത്തുന്നതോ അതിന്റെ ആ ഒരു തുടക്കത്തിലും ആ തീരുന്ന സമയങ്ങളിലുമാണ് ഇത് സാധാരണ കാണുന്നത്. അല്ലാതെ ചെറിയ മുറിവ് വന്നാലും ഒരു ചെറിയ അലർജിക്കോ അല്ലെങ്കിൽ കടിച്ചാലും അങ്ങനെ പഴുപ്പ് പോലെ വരാം. അതെപ്പോഴും ക്യാൻസർ ആവണം എന്നില്ല. ആ പഴുപ്പിന്റെ ലക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്കാനും കൂടെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഒരു ഡോക്ടറെ കണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അത് വെറുതെ വിടാൻ പാടില്ല. 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം, സ്കാൻ ഉൾപ്പെടെയില്ല. അതിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാം. അപ്പോൾ പ്രശ്നമില്ലാതെ വരട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ലക്ഷണം വെച്ച് മൈത്ര പോലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചെയ്തിട്ടായിരിക്കും പറഞ്ഞിട്ട് കുഴപ്പമില്ലെന്ന്. ശരി, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ ഇപ്പോൾ 2 പ്രേക്ഷകരും ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ ഇതിനൊരു ഭയത്തോടെ കാണുന്നു എന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം എപ്പോഴും ഒരു ക്യാൻസർ ഏതൊരു അസുഖമാണെങ്കിലും ആളുകൾ ഒരുപാട് ഭയത്തോടെ കാണുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ഒരു പ്രേക്ഷകൻ, പേയാട് നിന്ന് വിളിച്ചൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഈ ആഴ്ചയിൽ 2 ദിവസം ഇത് സൗജന്യമായി ചികിത്സ അല്ലെങ്കിൽ ഇതിന് മുൻകൂട്ടി കാണാൻ നമുക്ക് ഒരു സൗകര്യമുണ്ട്. പക്ഷേ ആ സൗകര്യം പോലും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനുള്ള കാരണം തീർച്ചയായും അതിനോടുള്ള ആ ഒരു അസുഖത്തോടുള്ള ഒരു ഭയം തന്നെയായിരിക്കാം. അപ്പോൾ അതിന് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ആ ഒരു അസുഖത്തോടെ ഭയത്തോടെ തന്നെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിലേ ആൾക്കാർ നമ്മളെ വന്ന് കാണിക്കത്തുമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 40 വയസ്സിന് മുകളിലുള്ളവരെ എല്ലാവരെയും കാണിക്കാൻ നിർബന്ധിക്കണം. അത് നമ്മളെപ്പോലെ TV അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അതിൽ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ പക്ഷെ അത് വന്നാൽ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും മാറിലെ ക്യാൻസർ ആയിരുന്നു. അമ്മ ഇപ്പോൾ ഭയത്തോടെ അല്ല നോക്കുന്നത്. അപ്പോൾ ഒരു തവണ ചികിത്സിച്ച് തുടങ്ങി അങ്ങനെ ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അവർ പറയുമ്പോൾ പലരിലും എത്തുമ്പോൾ എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടായാൽ വളരെ നല്ലതാണ്. അത് ഭയത്തോടെ കാണേണ്ട ഒരു അസുഖമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല, അതും ഏർലി സ്റ്റേജിലുള്ള ക്യാൻസർ. ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് ഭയത്തോടെ കാണേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ചികിത്സാ മാർഗങ്ങളും ചികിത്സാ രീതികളും നമുക്കിപ്പോൾ ഉണ്ട്. കാരണം ഇനി എന്താണ് ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ? ആൾക്കാർ ഇതിനെ ഭയത്തോടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ നൂതന ചികിത്സാ സംവിധാനങ്ങളും ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? അതേപോലെ തന്നെ ഇത് സർജറിയിലേക്ക് പോകുന്ന സാഹചര്യം എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് പറയാമോ? ഇതിന്റെ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ ഇതൊരു മൊഡാലിറ്റി. ഇപ്പോൾ ക്യാൻസർ ചികിത്സിക്കാൻ സർജറി ഉണ്ട്, കീമോ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഇതല്ലാതെ ഹോർമോൺ ചികിത്സയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുവിധപ്പെട്ട എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദത്തിനും ഇതെല്ലാം വേണ്ടി വരും. അപ്പോൾ റേഡിയേഷൻ ചില സന്ദർഭങ്ങളിൽ ഒഴിവാക്കാൻ പറ്റും. സർജറിയും കീമോയും എല്ലാവർക്കും വേണ്ടി വരുന്നതാണ്. അപ്പോൾ പൊതുവെ സർജറിയിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, തുടക്കത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേജ് 1, 2 ബ്രസ്റ്റ് ക്യാൻസർ പൊതുവെ ആദ്യം സർജറിയിലോട്ടാണ് പോകുന്നത്. പിന്നെ സ്റ്റേജ് 3 ആദ്യം കീമോ കൊടുത്തതിന് ശേഷം സർജറിയിലോട്ട് പോകുന്നു.
ശരി ഡോക്ടർ, അതേപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഥവാ സർജറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ശരി ഡോക്ടർ, നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് റോസമ്മയാണ്. റോസമ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ശരി. ഹലോ. റോസമ്മ ചോദിച്ചോളൂ. ഡോക്ടർ സാർ, പറഞ്ഞോളൂ. എനിക്ക് ക്യാൻസർ ആയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു 2 വർഷമായി. ബ്രസ്റ്റിലായിരുന്നു. അത് ഒരു ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു. റോസമ്മ, ടിവിയുടെ ശബ്ദം കുറച്ചുകൊണ്ട് ഡോക്ടറോട് സംസാരിക്കും. ഹലോ ഹലോ ഹലോ. എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ സർജറി കഴിഞ്ഞു. ശരി. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, റോസമ്മ പറഞ്ഞു വെച്ചത് മനസ്സിലാക്കുമ്പോൾ സർജറി കഴിഞ്ഞു, 2 വർഷമായി സർജറി കഴിഞ്ഞു എന്നതാണ്. അതോടൊപ്പം തന്നെ സർജറിയിൽ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു എന്നത് കൂടിയാണ്. അപ്പോൾ ആ ഒരു സർജറിയെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പൊ സ്തനാർബുദത്തിന്റെ സർജറി എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എല്ലാവരുടെയും ഒരു മുഖ്യധാരണ എന്ന് വെച്ചാൽ മാറ് മൊത്തമായിട്ട് എടുത്താൽ മാത്രമേ ചികിത്സ പൂർണ്ണമാവുന്നുള്ളൂ. അതിന് കാര്യമായൊരു മാറ്റം ഇന്ന് വരുന്ന വർഷങ്ങളിൽ, അല്ലെങ്കിൽ ഒരു നൂതന രീതി എന്ന് തന്നെ പറയാം. അത് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ മിഥ്യാധാരണ മാറ്റിയിട്ട് ബ്രസ്റ്റ് പൂർണ്ണമായും എടുത്തു മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല. ഡോക്ടർ നോക്കി ഡോക്ടർ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ മുഴ മാത്രം എടുത്താലും അതേ രീതിയിൽ തന്നെ ചികിത്സ ചെയ്യാൻ പറ്റും. അതാണ് ഒരു വ്യത്യാസം, പണ്ടത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം. പിന്നെ സർജറി മുഴ മാത്രം എടുക്കുന്നതല്ല ബ്രസ്റ്റ് ക്യാൻസറിന്റെ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ, കക്ഷത്തിലെ കഴലുകളും കൂടെ ട്രീറ്റ് ചെയ്യുന്നതാണ് അതിന്റെ സർജറിയുടെ പൂർണ്ണത. അപ്പോൾ പണ്ടെല്ലാം കഴലുകൾ ഫുള്ളായിട്ട് എടുക്കും, മൊത്തത്തിൽ എല്ലാ കഴലയും, കക്ഷത്തിലെ എല്ലാ കഴലയും എടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കയ്യിൽ നീര്, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. മാറ് മൊത്തത്തിൽ എടുക്കുന്നു, കഴലകളും നീക്കം ചെയ്യുന്നു, അപ്പൊ കയ്യിൽ നീര് വരുന്നു. അതാണ് ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അതിനെല്ലാം ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇപ്പം മുഴ മാത്രമായിട്ട് എടുക്കുക. അപ്പൊ അതിൽ നല്ല രീതിയിൽ മാറി പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് പഴയ രീതിയിലാക്കാനും പറ്റും. അത് മാത്രമല്ല, ഈ കക്ഷത്തിലെ ഫുൾ കഴലകൾ എടുക്കുക, അത് കക്ഷത്തിലെ ബാധിച്ച കഴലകൾ മാത്രം എടുത്ത് ചെയ്താൽ നമുക്ക് കയ്യിലെ നീര്, അങ്ങനത്തെ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള എല്ലാ ബുദ്ധിമുട്ടും കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് എല്ലാ പ്രേക്ഷകരിലും എത്തണമെന്നാണ്. മാറ് മൊത്തത്തിൽ എടുക്കുന്നതല്ല ചികിത്സ, മുഴ മാത്രമായിട്ടും എടുക്കാം. ഇതെല്ലാം പക്ഷേ ആ ഡോക്ടർ നോക്കി ഡോക്ടർ തീരുമാനിച്ച ഒരു ഏർലി സ്റ്റേജ് എന്നല്ല, തുടക്കത്തിലെ അസുഖത്തിലാണ് ഞങ്ങൾ സാധാരണ ഈ ചികിത്സാ രീതികൾ പിന്തുടരുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു തവണ ചികിത്സിച്ച് ഭേദമാക്കിയതിനു ശേഷം പിന്നീട് അത് വരാനുള്ളൊരു സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേജ് 2 കഴിഞ്ഞ് സ്റ്റേജ് 3 ആകുമ്പോൾ അത് ആ സ്ഥലത്ത് വരാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ആ സ്ഥലത്ത് നമ്മൾ വളരെ അഗ്രസീവായിട്ടുള്ള കീമോയും റേഡിയേഷനും എല്ലാം കൊടുക്കും. എന്നാലും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ ഈ റോസമ്മ പറഞ്ഞ പോലെ 2 വർഷമായി കഴിഞ്ഞാൽ ചികിത്സ കംപ്ലീറ്റ് ആയി എന്നല്ല, അതിനൊരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ തുടർച്ച ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ 2 വർഷം കഴിഞ്ഞാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഡോക്ടറെ കാണിക്കണം. പൊതുവായി അറിഞ്ഞിരിക്കേണ്ടത്, ഒരു 2-3 വർഷം കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും എന്നാലും ഫുള്ളായിട്ട് മാറുന്നില്ല. അപ്പോൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പല രീതിയിലുള്ള സ്കാനുകൾ, വില കൂടിയ പെറ്റ് സ്കാൻ മുതൽ സാധാ CT സ്കാൻ വരെ ഉണ്ട്. അതെല്ലാം ചെയ്ത് നോക്കണം എല്ലാ വർഷവും കൂടുമ്പോൾ. അപ്പോൾ ഒരു തവണ ചികിത്സിച്ച് കഴിഞ്ഞാൽ തീർന്നെന്നല്ല, അതിന്റെ വരുന്നില്ല എന്നുള്ളത് നോക്കുന്നത് ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ ചില ഹോർമോൺ പോസിറ്റീവ് ഒരു ERPR എന്നെല്ലാം പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ ഹോർമോണിന്റെ ഗുളിക സാധാരണ 7 മുതൽ 10 വർഷം വരെ കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾ സാധാരണ ഡോക്ടറിന്റെ അടുത്ത് തിരിച്ചു വരാറുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പും വെക്കാറുണ്ട്. അപ്പോൾ ഒരു തവണ ചികിത്സ മാറ്റിയാൽ ഫുൾ മാറിയെന്നല്ല, അതിൻ്റെതായ രീതിയിൽ അത് നമ്മൾ തിരിച്ചു വന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലൊക്കെ നൂതന ചികിത്സാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് പറയാമോ? സർക്കാർ മെഡിക്കൽ കോളേജ് വരുന്ന ഒരു ഡോക്ടറിന് ഇതിൽ പറയട്ടെ, ഇപ്പോൾ മേജറായിട്ടുള്ള ഇപ്പോൾ ട്രിവാൻഡ്രം മുതൽ ആലപ്പുഴ, തൃശ്ശൂർ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ള എല്ലാ നൂതനമായ ചികിത്സാ രീതികളും സുലഭമായി അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ അതിനെന്താ പറയുക, അതിലൊരു റോബോട്ടിക് സർജറി എന്നുള്ളത് മാത്രമേ ഇല്ലാതുള്ളൂ. അത് പക്ഷേ റോബോട്ടിക് സർജറി ബ്രസ്റ്റ് ക്യാൻസറിന് അങ്ങനെ
കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ നൂതനമായ ചികിത്സാ രീതികളും എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലും അവ സുലഭമായി ഉണ്ട്. അപ്പോൾ അതിന് സർക്കാർ മെഡിക്കൽ കോളേജ് സർക്കാർ അത് മാത്രമല്ല പല പല സ്കീമുകളിലായിട്ട് പേഷ്യന്റിന് ഫുൾ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റിൽ മാത്രമല്ല സർക്കാർ മെഡിക്കൽ കോളേജിലും ഏറ്റവും മുന്തിയ ട്രീറ്റ്മെന്റുകളും നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് മറിയക്കുട്ടിയാണ്. മറിയക്കുട്ടി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 2 ബ്രസ്റ്റിലും മാമോഗ്രാം എടുത്തപ്പോഴത്തേക്ക് കല്ലിപ്പ് കണ്ടു. കല്ലിപ്പ് കണ്ടിട്ട് പിന്നെ 3D മാമോഗ്രാം ചെയ്തു, പിന്നെ ഇപ്പം ബയോപ്സി ചെയ്തു. നെഗറ്റീവാണ് റിസൾട്ട്. അപ്പൊ ഞാൻ തിരിച്ചെന്റെ ഡോക്ടറെ കണ്ടില്ല. അപ്പൊ ഇന്നാണ് ഇതിന്റെ റിസൾട്ട് അറിയുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ചോദ്യം എന്നാന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ കല്ലിപ്പ് ഇവര് കണ്ടുപിടിച്ചെന്ന് പറയുന്ന ആ സാധനമൊന്നും നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതിയോ? അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കല്ലിപ്പ് സാധാരണഗതിയിൽ മാമോഗ്രാം എടുക്കുമ്പോൾ അതിലൊരു ബിറാട്ട് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1, 2, 3, 4, 5 എന്നുള്ള സ്ത്രീ ആണെങ്കിൽ ബിറാട്ട് സ്ത്രീ എന്നുള്ളൊരു രോഗമാണെങ്കിൽ അതൊരു വലിയ പേടിക്കേണ്ട ഇതല്ല. അതിന് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ അതിലാകെ ഉള്ളത് ബിറാട്ട് സ്ത്രീ എന്നുള്ളത് ബയോപ്സി എടുത്ത് നെഗറ്റീവ് ആണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ മാമോഗ്രാം ചെയ്യണം. അതെല്ലാം സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞാൽ ബിറാട്ട് സ്ത്രീക്കുള്ള 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ മാമോഗ്രാം ചെയ്യാം. അതിൽ എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നുള്ള ബയോപ്സിയെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടതുള്ളൂ. അതിലും ബിറാട്ട് സ്ത്രീ ആണെങ്കിൽ അത് 1 വർഷം കഴിയുമ്പോഴത്തേക്കും അത് വേണമെങ്കിൽ ആ മാമോഗ്രാം ഇയർലി മാമോഗ്രാം. പക്ഷേ നിങ്ങൾ ഇനി തൊട്ട് 1 വർഷം കൂടുമ്പോഴും മാമോഗ്രാം നിർബന്ധമായും എടുക്കണം. അതാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ. എന്റെ സംശയം അതാ. ബിറാട്ട് സ്ത്രീ ആണെങ്കിൽ പിന്നെ നമ്മൾ ഇത് ടോട്ടലി അങ്ങ് ഇഗ്നോർ ചെയ്ത് പോയാൽ പോരെ? നമ്മൾ എല്ലാ വർഷവും അങ്ങനെ ചെയ്താൽ മതി. 6 മാസത്തിന് കഴിഞ്ഞ് അടുത്ത മാമോഗ്രാമും കഴിഞ്ഞ് അതിലും ബിറാട്ട് സ്ത്രീ ആണെങ്കിൽ എല്ലാ വർഷവും ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ മാമോഗ്രാം എടുത്താൽ മതി. ഇത് കുത്തിയെടുത്ത് കളയാൻ ഉള്ള മാർഗങ്ങളൊന്നും ഇല്ല? ഇത് ബിറാട്ട് സ്ത്രീനെ കുത്തിയെടുത്ത് കളയേണ്ട ആവശ്യമില്ല. ബിറാട്ട് സ്ത്രീ പ്രശ്നമില്ലാത്തതാണ്. ശരി, പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, നമ്മളിങ്ങനെ സ്ഥാനാർബുദവും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ പൊതുവെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അസുഖം കൂടി വരുന്നൊരു സാഹചര്യമുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി വരുന്നുണ്ട്. പണ്ട് നമ്മൾ കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ അത് കൂടുന്നുണ്ട്. അതിന് പ്രധാനമായും കാണുന്നത് നമ്മുടെ ഏർലി ഡിറ്റക്ഷൻ എന്നാണ്. ഇപ്പോൾ ശരി, ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്ഥാനാർബുദവും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമ്മോടൊപ്പം സർജറിയെക്കുറിച്ച് സംസാരിക്കാനായി ചേർന്നത് ഡോക്ടർ ജെ ദിബിനാണ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ടെർഷ്യറി ക്യാൻസർ സെൻ്ററിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.